ഹേയ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാങ്ങാക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ്. അതല്ലാതെ നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കുകയൊന്നും ചെയ്യണില്ല. മാങ്ങ അരിഞ്ഞിട്ട് അപ്പം തന്നെ അച്ചാർ ഉണ്ടാക്കും. അത് നമുക്ക് ഒരുപാട് ദിവസമൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല. കൂടി വന്നൊരു 3 ദിവസം, അതിൽ കൂടുതലൊന്നും നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മളുടെ മാങ്ങാച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/2 കിലോ മാങ്ങയാണ് കേട്ടോ. ഇതേപോലെ വലിയ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസസ് ആക്കി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ആ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മാങ്ങയിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഒരു 5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ മാങ്ങ അരിഞ്ഞതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു മാങ്ങാക്കറിയിൽ നമ്മൾ എണ്ണ ഒരു തരി പോലെ യൂസ് ചെയ്യണില്ല കേട്ടോ. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു തരി പോലും എണ്ണ ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമല്ല, നന്നായിട്ട് ആറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് നമ്മളുടെ ഒരു സെമി ഗ്രേവി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൽ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ, അതായത് ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ പോരായ്ക ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടി നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ മുളകിൻ്റെ വല്ലാത്തൊരു കുത്ത് വരും കേട്ടോ. അതായത് ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പോവാത്ത രീതിയിൽ വേണം, ഒഴുകി പോവാത്ത രീതിയിൽ വേണം നമ്മൾ മാങ്ങാക്കറിയുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട്. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ. ഈ മാങ്ങാക്കറി ചേർത്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഒരു പഴകിയ ഒരു ടേസ്റ്റ് വേണം. 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച മാങ്ങാക്കറി എന്ന് പറയുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മാങ്ങാക്കറിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മാങ്ങാക്കറിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരിക്കലും മാങ്ങാക്കറിയുടെ കുപ്പി ഞാൻ കാലിയാക്കാറില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. പുതിയതായിട്ട് മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മാങ്ങാക്കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാക്കറി. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.